ഇനി ഗദ്യസാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതും വളരെ അപരിഷ്കൃതമായ ഒരു ഗദ്യരീതിയാണ് അന്നുണ്ടായിരുന്നത്. 1882 പുല്ലേരി കുഞ്ചു, 1878 ഘാതകവധം എന്ന ഒരു വിവർത്തനം, 1887 അപ്പുനെടുങ്ങാടിയുടെ കുന്തലത വരുന്നത്. കുന്തലത ഷേക്സ്പിയറുടെ സിംബലിനെ അവലംബിച്ച് എഴുതിയ ഒരു ഗ്രന്ഥമാണ്. 1889 ചന്തുമേനോൻ്റെ ഇന്ദുലേഖ വന്നു. 1891 മാർത്താണ്ഡവർമ്മ വന്നു. 1892 ശാരദ, 1913 ധർമ്മരാജ. അപ്പോൾ 18-19 കാലത്ത് രാമരാജ ബഹദൂർ. ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ എഴുതിയ കൊല്ലാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇവരൊക്കെ പുറത്തു വന്നത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. എഴുതിയ കൊല്ലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. 1894 കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ അക്ബർ എന്നുള്ളത് ഇംഗ്ലീഷിൽ നിന്നുള്ളൊരു വിവർത്തനം വന്നു. 1904 അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനോൻ എന്ന അപസർപ്പക നോവൽ വന്നു. അതേ വർഷം നാരായണ കുരുക്കളുടെ പാറപ്പുറം, 1906 അദ്ദേഹം എഴുതിയ ഉദയഭാനു എന്നീ നോവലുകൾ CV-യുടെ രചനയുടെ പ്രതിധ്വനികൾ പോലെയോ ആ ഇടികേട്ട് മുളച്ച കൂണുകൾ പോലെയോ ഉദരായരും കേരളേശ്വരനും ചേരമാൻ പെരുമാളും കേരളസിംഹവും ഒക്കെ ഉണ്ടായി. 1911 ബംഗാളിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ട ദുർഗേശനന്ദിനി, പിന്നീട് വന്ന ആനന്ദമഠം, അത് രണ്ടും മലയാളികൾക്ക് വളരെ ഒരു ഉത്സവമായിരുന്നു. അതുവരെയുള്ളതൊക്കെ എല്ലാവരും വായിച്ചു എന്നല്ലാതെ എങ്ങനെ ഒരു ഉത്സവമായിട്ട് കൊണ്ടാടലുണ്ടായത് ദുർഗേശനന്ദിനിയും ആനന്ദമഠവുമാണ്. ഇത്തരമൊരവസരത്തിലാണ് ഫ്രഞ്ച് സാഹിത്യത്തിലെ ഏറ്റവും വിലപിടിച്ച മൂല്യരത്നഖനിയായ പാവങ്ങളുടെ തർജ്ജമയും കൊണ്ട് ചുമന്ന് എന്നാണ് അക്ഷരാർത്ഥത്തിൽ, ഇത്രയും വലിയ പുസ്തകമാണ്. അതും ചുമന്ന് നാലപ്പാടൻ മലയാളിയുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്ന് ഈ രത്നം വേണോ എന്ന് വിളിച്ചു ചോദിക്കുന്നത്. വിദേശ ഭാഷകളിൽ പാവങ്ങൾക്ക് മുമ്പും ഉണ്ടായിട്ടില്ലേ മലയാള ഭാഷയിലെ വിവർത്തനങ്ങൾ? തീർച്ചയായും പാവങ്ങൾക്ക് ശേഷവും ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ എടുത്താൽ പൊന്താത്ത ബൃഹത് ഗ്രന്ഥത്തിന് എന്തത്ര പ്രത്യേകത, അതിൻ്റെ വലിപ്പോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. അത് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഈ നാലപ്പാടിന് മുമ്പ് തർജ്ജമ ചെയ്യപ്പെട്ട ഇംഗ്ലീഷ് കൃതികൾ, നാലപ്പാടൻ തർജ്ജമ ചെയ്ത ഫ്രഞ്ച് കൃതി, ഇവയുടെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. സംസ്കൃതത്തിൽ നിന്നൊരു കാവ്യമോ നാടകമോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നൊരു കാവ്യമോ നാടകമോ നമ്മുടെ പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഭാഷാന്തരം ചെയ്യണ അത്ര ലാഘവത്തോടു കൂടിയാണ് മലയാള പണ്ഡിതന്മാർ ഈ തർജ്ജമായജ്ഞം ആരംഭിച്ചത്. ഷേക്സ്പിയറുടെ എല്ലാ നാടകങ്ങൾക്കും ഉണ്ടായി. ഷേക്സ്പിയർ മഹാകവിയെ മലയാളിക്ക് പരിചയപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേക ഉദ്ദേശമൊന്നും ആ തർജ്ജമകൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അത് ആരുടെ ആത്മാവിനെയും മധുരാനുഭൂതി വർഷത്തിൽ കുളിപ്പിക്കാതെ, ആരുടെ ഉള്ളിലും തങ്ങി നിൽക്കാതെ, ആരുടെ മസ്തിഷ്കത്തെയും ഒരര നിമിഷം പോലും ചിന്തിപ്പിക്കാതെ അതങ്ങോട്ട് കടന്നുപോയി. എന്തിന്? ഒരു പൂച്ച ചരിതം അടക്കം അട്ടക്കഥകളും സന്ദേശങ്ങളും ചരിത്രങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് തർജ്ജമകളും പുസ്തകങ്ങളും വന്നു. ഭാഷാന്തരം ചെയ്തിരുന്ന ഭാഷ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷായി എന്നല്ലാതെ വലിയ ഒറിജിനാലിറ്റി ഒന്നും ഈ കാലത്തൊന്നും ഉണ്ടായില്ല. എത്രയോ മനുഷ്യർ ജനിക്കുന്നു, മരിക്കുന്നു. അതുപോലെ കുറേ തർജ്ജമകളും ജനിച്ചു, മരിച്ചു. അവരൊക്കെ വിസ്മൃതിയുടെ പരകോടിയിൽ തള്ളപ്പെട്ടു, അത്രമാത്രം. പക്ഷെ പാവങ്ങൾ ഇപ്പോഴും വിസ്മൃതിയുടെ പരകോടിയിലേക്ക് തള്ളപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും എപ്പോഴും പറയും നാലപ്പാടിനെ എല്ലാവരും മറന്നു. ആരും മറന്നിട്ടില്ല. മറന്നു എന്നുള്ള വിചാരം ഈ സാധാ വായനക്കാരെന്ന് പറയാം. അതായത് ഈ മാധ്യമങ്ങളിൽ വരുന്ന കഥകളും കവിതകളും മാത്രം വായിച്ച് നേരം കളയുന്ന സാധാ വായനക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിനെ മറന്നിട്ടുണ്ടാവാം. പക്ഷേ തലയിൽ ഇത്തിരി ലേശം ബുദ്ധിയുള്ള ആളുകൾ ആരും അദ്ദേഹത്തിനെ മറന്നിട്ടില്ല എന്നാണ് എനിക്ക് അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്. സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിയുള്ള ആൾക്കാരും നല്ല സംസ്കാരമുള്ള ആൾക്കാരും ഒക്കെ ഇന്നും നാലപ്പാടിൻ്റെ എല്ലാ കോൺട്രിബ്യൂഷൻസിന് സംഭാവനകളെയും ഓർക്കുന്നുണ്ട്. അവർ മറക്കുന്നില്ല, മറക്കാൻ കഴിയില്ല. അത് അങ്ങനെയാണ്, അങ്ങനത്തെ സംഭാവനകളാണവ. പിന്നെ 1866 വന്ന പരിഭാഷകളോ, അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പാഠശാലകൾക്കൊക്കെ സഹായം ലഭിക്കാൻ കുറേ മലയാള പരിഭാഷകൾ വേണം. അതിനു വേണ്ടിയിട്ട് നിയോഗിച്ച ഒരു ബുക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു പരിഭാഷാ യജ്ഞമായിരുന്നു. അതിലൊന്നും ഒരു വിധത്തിലും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റിയൊന്നും നമ്മളിവിടെ പറയുന്നേ ഇല്ല. കാരണം അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അത്ര അധികം ഉണ്ടായിട്ടുണ്ട് ആ കാലങ്ങളിലൊക്കെ. അതിനോടൊന്നും താരതമ്യപ്പെടുത്താവുന്നതല്ല ഈ ഫ്രഞ്ച് നോവലിൻ്റെ പരിഭാഷ.
ഭാഷ. അതാണ്. അതുകൊണ്ട് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ പാവങ്ങൾ എല്ലാത്തിലും മുൻപന്തിയിൽ തന്നെ നിന്നു. അതിൻ്റെ ചില കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം.